സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് വീണ്ടും കൂടുമെന്ന് മുന്നറിയിപ്പ്. 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും എന്നാണ് സൂചന. 11 മണി മുതൽ 3 മണി വരെ ആരും സൂര്യാതപം നേരിട്ട് ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ചൂടിനെ അതിജീവിക്കാൻ പക്ഷിമൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കണമെന്ന് മുഖ്യമന്ത്രിയും അഭിപ്രായപ്പെട്ടു. കാട്ടുമൃഗങ്ങൾ നാട്ടിൽ അതിക്രമിച്ചു കടക്കാതിരിക്കാൻ വനം വകുപ്പ് മുന്നൊരുക്കം സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് നാളെയും ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 3 മുതൽ 4 ഡിഗ്രി വരെയും മാർച്ച് 27-നും 28-നും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെയും ഉയരുവാൻ സാധ്യതയുണ്ട്. ഇന്നു മുതൽ 28 വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും അറിയിച്ചു. വേനൽ മഴ അകന്നു നിൽക്കുന്നതും അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നതുമാണ് സംസ്ഥാനം ചുട്ടുപൊള്ളാൻ കാരണമായത്. അന്തരീക്ഷ ഊഷ്മാവ് ക്രമാതീതമായി ഉയരുന്നതിനാലും സൂര്യാഘാതം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിലും ആരോഗ്യവകുപ്പ് വീണ്ടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നിർജ്ജലീകരണം ഒഴിവാക്കാനായി ധാരാളം വെള്ളം കുടിക്കണമെന്ന് ജാഗ്രതാ നിർദ്ദേശം പ്രധാനമായും ആവശ്യപ്പെടുന്നു. മനുഷ്യർക്കൊപ്പം പക്ഷിമൃഗാദികളും കനത്ത ചൂടിനെ അതിജീവിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു ചിരട്ടയിലോ ചെറിയ പാത്രങ്ങളിലോ വീടുകളിൽ വെള്ളം അല്പം കരുതി വയ്ക്കുന്നത് പക്ഷിമൃഗാദികൾക്ക് ഗുണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാട്ടിൽ അധിവസിക്കുന്ന പക്ഷിമൃഗാദികൾക്ക് വെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചൂട് കൂടുന്നതനുസരിച്ച് കാട്ടിൽ നിന്നും വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ആവശ്യമായ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട് മത്സരിക്കുന്നതിനെക്കുറിച്ച് പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധി. എല്ലാ ചോദ്യങ്ങൾക്കും നാളെ പ്രതികരിക്കാമെന്ന് രാഹുൽ ഗാന്ധി. അതേസമയം രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സിംഗ് സുർജേവാലയും പ്രതികരിച്ചു. രാഹുലിന്റെ കർമ്മമണ്ഡലം അമേഠിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I am not interested in answering any other questions today. This is a groundbreaking idea. One second. I am not going to say anything else. ശരത്, എന്തൊക്കെയാണ് ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ആനന്ദ്, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഉച്ചയോടുകൂടിയാണ് സമാപിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ 3-ാം ദിവസമാകുമ്പോഴും ഇതേവരെയായി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള അന്തിമമായ തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ അനിശ്ചിതത്വം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയ വേളയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണങ്ങൾക്കും താൻ തയ്യാറല്ല. മറ്റൊരു ചോദ്യത്തിനും ഇപ്പോൾ പ്രതികരിക്കാനില്ല. മറിച്ച് നിയുദ്ധം പദ്ധതിയുടെ ന്യായ് പദ്ധതിയുടെ ഭാഗമായുള്ള ചോദ്യങ്ങൾ മാത്രമേ താൻ പരിഗണിക്കുകയുള്ളൂ. മറ്റെന്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അത് നാളെ അതിന് മറുപടി നൽകാമെന്നുള്ള ഒരു കാര്യമായിരുന്നു ഒരു മറുപടിയായിരുന്നു രാഹുൽ ഗാന്ധി നൽകിയത്. അതോടുകൂടി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗത്തിൽ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തമായി. അതേസമയം തന്നെ തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ ദേശീയ വക്താവായ രൺദീപ് സിംഗ് സുർജേവാലയും വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് ഇതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് കർണാടക, കേരളം, തമിഴ്നാട് എന്നീ 3 സംസ്ഥാനങ്ങളിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങളെയൊക്കെ തന്നെ ഞങ്ങൾ ഏറ്റവും ബഹുമാനപൂർവ്വം തന്നെ പരിഗണിക്കും. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തീരുമാനം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എടുത്തിട്ടില്ല എന്നും സുർജേവാല വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ കർമ്മമണ്ഡലം അമേഠിയാണ് എന്നും അദ്ദേഹം കൃത്യമായ ആ ഒരു സൂചന അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിലവിൽ നിൽക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബാംഗ്ലൂർ സൗത്ത് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ മറ്റു ചില മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ആലോചനകൾ സജീവമാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിച്ചാൽ മാത്രം
കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു സൂചനകളും കോൺഗ്രസിന്റെ അടുത്ത വൃത്തങ്ങൾ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് 3-ാം ദിവസമാകുമ്പോഴും കൃത്യമായ തീരുമാനമില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കും. സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ വയനാട് സീറ്റിലെയും വടകര സീറ്റിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മൂലം ഉണ്ടായിരിക്കുന്നത്. ആനന്ദ്, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കോഴിക്കോട് LDF പൊതുയോഗത്തിൽ കോടിയേരി സംസാരിക്കുന്നു. തത്സമയം ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെ ഭരിക്കുന്നൊരു സർക്കാർ കേന്ദ്രത്തിൽ വന്നാൽ എന്തായിരിക്കും എന്ന് പിന്നീടുള്ള UPA ഭരണം തെളിയിച്ചു. വിലക്കയറ്റം രൂക്ഷമായി, അഴിമതി വ്യാപകമായി, കുംഭകോണങ്ങളുടെ നാട് എന്ന പേര് ഇന്ത്യ രാജ്യത്തിന് കിട്ടി. കൽക്കരി കുംഭകോണം, 2G സ്പെക്ട്രം കുംഭകോണം, 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി കോൺഗ്രസ് ഭരണകാലത്ത് പിന്നീട് നടന്നു. ഇത് ലോകം മുഴുവൻ ഇന്ത്യയെക്കുറിച്ച് അഴിമതി രാഷ്ട്രം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രാജായി കോൺഗ്രസ് ഭരണം മാറി. നിങ്ങൾ 2004 മുതൽ 2009 വരെയുള്ള ഭരണത്തെയും 2009 മുതൽ പിന്നീട് നടന്ന 2014 വരെയുള്ള കോൺഗ്രസ് ഭരണത്തെയും വേർതിരിച്ചു നോക്കിയാൽ ഇടതുപക്ഷം എന്ത് നേടി? ഇടതുപക്ഷത്തെ പാർലമെന്റിൽ അയച്ചാൽ എന്താണ് ഗുണം എന്നീ രണ്ട് ഗവൺമെന്റുകളുടെ വ്യത്യാസം ഇന്ത്യയിലെ ജനങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഇടതുപക്ഷം ന്യൂനപക്ഷ സംരക്ഷണം, മതനിരപേക്ഷത, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംരക്ഷണം, ഈ പ്രശ്നത്തിൽ ഊന്നിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ ഉപയോഗിക്കുകയാണ് ആ സന്ദർഭത്തിൽ ചെയ്തത്. ഇന്നിപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുള്ള 5 വർഷം നമ്മുടെ രാജ്യം മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയാത്തൊരു രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചാൽ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നു RSS ഭരിക്കുന്ന ഈ നാട്ടിൽ. ഇടത്ത് ഭാഗത്ത് മുണ്ടെടുത്തു എന്ന് പറഞ്ഞ് ട്രെയിനിൽ സഞ്ചരിച്ച ജുനൈദിനെ ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്തി മൃതദേഹം ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ഇന്ന് BJP ഭരിക്കുന്ന രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിന്റെ പേര് പറഞ്ഞ് 100-ൽ പരം ആളുകളെ ഈ രാജ്യത്ത് കൊലപ്പെടുത്തി. ദളിതരെ കൊന്നു, മുസ്ലിമുകളെ കൊന്നു. പശു സംരക്ഷണത്തിന്റെ പേരിൽ കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ഇന്ന് ഇന്ത്യ. സ്വതന്ത്രമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന്റെ പേരിൽ സാഹിത്യകാരന്മാരെ വെടിവെച്ച് കൊല്ലുന്നു. ആ കൊലപാതകം നടത്തിയവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഈ മോദി ഭരണം നമ്മുടെ രാജ്യത്ത് ഒരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJP വരുന്നത് അത്യാപത്തായിരിക്കും. അതുകൊണ്ട് ഈ ഭരണം എന്ത് വില കൊടുത്തും അധികാരം പുറത്താക്കണം. കോൺഗ്രസിന് ഈ സാഹചര്യത്തിൽ ഒരു ബദലാകാൻ കഴിയില്ല. കോൺഗ്രസിൽ ഇന്നത്തെ പാർലമെന്റിൽ 44 MP-മാർ മാത്രമേ ഇന്ന് കോൺഗ്രസിനുള്ളൂ. പഴയ കോൺഗ്രസ് ആണെന്ന് ധരിക്കരുത്. 2004-ലെ അംഗബലം ഇന്ന് കോൺഗ്രസ്. കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കോടിയേരി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ വരുമാന വാഗ്ദാനം നൽകുന്ന ന്യായ് പദ്ധതിയുമായി കോൺഗ്രസ് പ്രകടന പത്രിക.
ഒരു മാസം ഒരു കുടുംബത്തിന് 12,000 രൂപ അടിസ്ഥാന വരുമാനം ഉറപ്പാക്കും. 25 കോടി ജനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. നരേന്ദ്രമോദി 3.5 ലക്ഷം കോടി രൂപ ധനികർക്ക് നൽകുമ്പോഴാണ് പാവപ്പെട്ടവർക്കുള്ള കോൺഗ്രസ് പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 5 വർഷത്തോളമുള്ള ദുരിതങ്ങൾക്ക് അവസാനമാകുന്നു എന്ന മുഖവരയോടുകൂടിയായിരുന്നു പ്രകടന പത്രികയിലെ കോൺഗ്രസിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അധികാരത്തിലെത്തിയാൽ ന്യായ് എന്ന പേരിൽ നിർധന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 72,000 രൂപ അടിസ്ഥാന വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പിലാക്കും. पिछले 5 सालों में हिंदुस्तान की जनता को बहुत मुश्किलें सहनी पड़ी, खासतौर से जो हमारे गरीब लोग हैं उनको काफी मुश्किलें सहनी पड़ी थी. तो अब हम कांग्रेस पार्टी ने निर्णय लिया है कि हम हिंदुस्तान के गरीब लोगों को न्याय देने जा रहे हैं. നിർധന കുടുംബത്തിന് ഒരു മാസം 12,000 രൂപ മിനിമം വരുമാനം ഉറപ്പാക്കും. 6,000 രൂപ വരുമാനമുള്ള കുടുംബം ആണെങ്കിൽ ബാക്കി 6,000 സർക്കാർ അക്കൗണ്ടുകളിൽ നേരിട്ട് നിക്ഷേപിക്കും. ഇങ്ങനെ ഒരു വർഷം 72,000 രൂപ നിർധന കുടുംബങ്ങളുടെ അക്കൗണ്ടിലെത്തും. രാജ്യത്തെ 20% വരുന്ന അതായത് 5 കോടി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. तो कांग्रेस पार्टी गारंटी करती है कि हिंदुस्तान के 20% सबसे गरीब परिवारों को, शौक मत होना, अभी धमाका बजने जा रहा है, 20% सबसे गरीब परिवारों को हर साल 72,000 रुपए देने जा रही है. 5 करोड़ फैमिलीज, 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा. തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലും പിന്നീട് ഘട്ടം ഘട്ടമായും രാജ്യമെമ്പാടും പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ടവർക്ക് ഒരു ഇന്ത്യയും പണക്കാർക്ക് മറ്റൊരു ഇന്ത്യയും ഉണ്ടാകാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്ന് രാഹുൽ ആരോപിച്ചു. ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗം പദ്ധതിക്ക് അംഗീകാരം നൽകി. ഇതുൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഏപ്രിൽ ആദ്യവാരത്തോടെ പ്രകാശനം ചെയ്യാനും പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റിൽ പോലും അനിശ്ചിതത്വമെന്ന് പരിഹസിച്ച കോടിയേരി ഇതുപോലുള്ള കോപ്രായം ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ തെളിവാണിതെന്നും കോടിയേരി പ്രതികരിച്ചു. രാഹുൽ ഗാന്ധിയുടെ മിനിമം വേതനം പ്രഖ്യാപനം കോൺഗ്രസിന്റെ സ്ഥിരം ഇലക്ഷൻ കാലത്തെ പ്രഖ്യാപനമാണ്. ഇതും കോൺഗ്രസിന്റെ മുൻകാല പ്രഖ്യാപനം പോലെയാകുമെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ ഒരു മത്സരിക്കുന്ന മണ്ഡലം ഇങ്ങനെ അനിശ്ചിതത്വം നിർത്തി എന്തുകൊണ്ടാണ്? ഇത് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കേരളത്തിൽ നടക്കുന്ന ചർച്ച. അപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം പതിവാണ്. ഗരീബി ഹടാവോ എന്നായിരുന്നു, ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇവിടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിൽക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. തൊഴിലില്ലായ്മ തുടച്ചു നീക്കും. ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്തത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി, ഈ മുദ്രാവാക്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു. ആ മുദ്രാവാക്യങ്ങൾക്ക് ഏറ്റ അവസ്ഥ തന്നെയാണ് ഈ മുദ്രാവാക്യത്തിനും ഈ വാഗ്ദാനത്തിനും സംഭവിക്കാൻ പോകുന്നത്. മോദിയുടെ 6,000 പോലെ ആകരുത് രാഹുലിന്റെ 72,000 എന്ന് തോമസ് ഐസക്. രാഹുലിന്റെ വാഗ്ദാനം അപ്രായോഗികമാണ്. 3.5 ലക്ഷം കോടി രൂപ എവിടെ നിന്ന് സ്വരൂപിക്കുമെന്ന് രാഹുൽ പറയണമെന്നും തോമസ് ഐസക് പറഞ്ഞു. രാജ്യത്തെ പാവങ്ങൾക്ക് കോൺഗ്രസ് അല്ല ഏത് പാർട്ടി എന്ത് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ത്യയിലെ പരമദരിദ്രർക്ക് 72,000 രൂപ വെച്ച് വർഷം തോറും നൽകുന്ന ഇൻകം സപ്പോർട്ട് സ്കീമിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ മോഡിയുടെ 6,000 രൂപ പോലെ ആവരുത്. ഈ പദ്ധതി നടപ്പാക്കാനായിട്ട് രാഹുൽ ഗാന്ധി പറയുന്ന 5 കോടി ആളുകൾക്ക് നൽകണമെങ്കിൽ 3.5 ലക്ഷം കോടി രൂപ ചെലവ് വരും. 3.5 ലക്ഷം കോടി രൂപ ചെലവ് വരാന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ധനക്കമ്മി ഇന്നിപ്പോ 3.3 എന്ന് പറഞ്ഞത് നേരെ 5.3 5.5% ഉയരും. നമ്മുടെ 2008 സാമ്പത്തിക പ്രതിസന്ധി കാലത്ത് പോലും ഇത്തരത്തിലൊരു കമ്മി ഉയർച്ചയുണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ നടപ്പാക്കാം?
രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കില്ലെന്ന് ദേശീയ മാധ്യമങ്ങൾ. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ പേര് വയനാടിൽ ഉയർന്നു വന്നതെന്ന് NDTV. രണ്ടാം സീറ്റിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠി കൂടാതെ മറ്റൊരു സീറ്റിലേക്ക് രാഹുൽ ഗാന്ധി ഇല്ല. BJP അപ്രസക്തമായ കേരളത്തിലെ ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഹൈക്കമാൻഡ് കരുതുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേഠിയിലെ പരാജയഭീതി എന്ന ആരോപണത്തിനപ്പുറം മുഖ്യ ശത്രു ആരെന്ന ചോദ്യമുയരും. ഇടതുപക്ഷത്തിന്റെ കേന്ദ്രമാണ് കേരളം. BJP സ്ഥാനാർത്ഥികളെപ്പോലും നിർത്താൻ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനം. ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ വിജയത്തിനായുള്ള പ്രവർത്തനം വെറുതെയാകുമെന്നും ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിലെ AI ഗ്രൂപ്പ് തർക്കമാണ് രാഹുലിന്റെ പേര് വയനാട്ടിലേക്ക് വലിച്ചിഴച്ചതെന്ന് NDTV പറയുന്നു. BJPക്കെതിരായ പോരാട്ടമാണ് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്നത്. 2014 മുതൽ അമേഠിയിലെ മുഖ്യ പ്രതിപക്ഷം BJPയാണ്. അവിടെ നിന്നും BJPക്ക് സ്ഥാനാർത്ഥി പോലുമില്ലാത്ത വയനാട്ടിലേക്ക് വന്നാൽ ഉത്തരേന്ത്യൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നതായി NDTV റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൂടുതൽ VVPAT രസീതുകൾ എണ്ണുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ VVPAT രസീതുകൾ എണ്ണിയാൽ മതിയെന്ന് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദത്തിന്റെ യുക്തി വ്യക്തമാക്കി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുൻപായി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോട്ടോകോളും നടപടിക്രമങ്ങളും കൃത്യമായി നവീകരിച്ചിരുന്നുവെങ്കിൽ VVPAT നിർബന്ധമാക്കാൻ സുപ്രീംകോടതിക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. കോടതികൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നവീകരണത്തിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് കോടതി നിരീക്ഷിച്ചു. 50% VVPAT എണ്ണുന്നതിലൂടെ ഫലപ്രഖ്യാപനത്തിൽ പരമാവധി 4 മണിക്കൂർ കാലതാമസം മാത്രമേ ഉണ്ടാകൂവെന്ന് ഹർജിക്കാരായ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കോടതിയിൽ വാദിച്ചു. ഏപ്രിൽ 1 ഹർജി വീണ്ടും കേൾക്കും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫ്ലക്സ് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി വേണമെന്ന് ഹൈക്കോടതി. നിയമവിരുദ്ധമായി ഫ്ലക്സ് സ്ഥാപിച്ചാൽ അവ നീക്കം ചെയ്ത് ചെലവും പിഴയും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഈടാക്കണം. ഫ്ലക്സ് സ്ഥാപിച്ചവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം. കേസെടുത്തില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ജില്ലാ കളക്ടർമാർ ഇക്കാര്യം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വടകര LDF സ്ഥാനാർത്ഥി P ജയരാജന് അഭിവാദ്യം അർപ്പിച്ച് നവവരന്റെ വീഡിയോ. കല്യാണം കഴിഞ്ഞ് വധുവുമായി വീട്ടിലേക്ക് പോകുന്ന വരൻ മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ ആണ് വൈറലാകുന്നത്. വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി ആവേശം ഒട്ടും ചോരാത്ത മുദ്രാവാക്യം. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി P ജയരാജന് അഭിവാദ്യം അർപ്പിക്കുകയാണ് നവവരൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് വൈറലാവുകയാണ് ഈ വീഡിയോ. വധുമൊത്ത് കാൽനടയായിട്ടാണ് വരൻ വീട്ടിലേക്ക് വരുന്നത്. കൂട്ടത്തിൽ സുഹൃത്തുക്കളും. പിന്നീടാണ് ട്വിസ്റ്റ്. പൊടുന്നനെ വധുവിനെ പോലും അമ്പരിപ്പിച്ച് വരന്റെ മുദ്രാവാക്യം വിളി. മുഷ്ടി ചുരുട്ടി സഖാവ് PJ ജയ് എന്ന് വിളിച്ചു പറഞ്ഞുള്ള കല്യാണച്ചെക്കന്റെ വരവ് നാട്ടുകാരെയും അത്ഭുതപ്പെടുത്തി. വധുവിനോടൊപ്പം ഒരു കൈയിൽ പൂമാലയുമേന്തിയുള്ള ഈ വരന്റെ മുദ്രാവാക്യം വിളി യൂട്യൂബിൽ വൈറലാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.